ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിയേ. അല്ലാത്ത മാധ്യമ പ്രവർത്തകരല്ലാത്ത എല്ലാ ആളുകളും ഇറങ്ങണം. എല്ലാ ആളുകളും ഉദ്ഘാടന പരിപാടിയില് സ്ത്രീകളല്ലാത്ത മാധ്യമ പ്രവർത്തകരല്ലാത്ത ആളുകൾ ഇറങ്ങണം. അപ്പൊ ഈ വീഡിയോയിൽ കണ്ട വ്യക്തിയാണ് ഫാത്തിമ തഹല്യ, മുസ്ലിം ലീഗിന്റെ ഒരു MLA ആണ്, UDF-ന്റെ. അപ്പോ ഈ വീഡിയോയിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം KSRTC-യിലത്തെ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഇവിടെ KSRTC ബസ്സിൽ സ്ത്രീകളല്ലാത്ത മാധ്യമ പ്രവർത്തകരല്ലാത്തവരോട് ഇറങ്ങാൻ പറയുന്ന ഒരു വീഡിയോ ആണത്. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KSRTC എന്ന് പറയുന്ന സംഭവം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അത് ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയല്ല പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. കാരണം ഇവളുടെ വർത്താനം കേൾക്കുമ്പോൾ തോന്നും ഏതാണ്ട് ഇവളുടെ വണ്ടിയിൽ ആൾക്കാർ ഇടിച്ചു തള്ളി കയറിയതാന്ന് തോന്നും ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ. അപ്പൊ ഇതില് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പണ്ടൊരുക്കിയ പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ സംഭവം വലിയ സംഭവമായിട്ട് മാധ്യമങ്ങളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അങ്ങോട്ട് ധാർഷ്ട്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പൊക്കി എയറിലാക്കി വെച്ചിട്ടുണ്ടായി, ഓർമ്മയുണ്ട? അപ്പോ അതും ഇതായിട്ട് എന്തൊരു വ്യത്യാസം ചിന്തിച്ച് നോക്കിയേ. അതില് പിണറായി പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ പറഞ്ഞാൽ എല്ലാവരോടും പുറത്തിറങ്ങാൻ പറഞ്ഞു. അത് ജെൻഡർ ന്യൂട്രൽ എന്ന് പറയാൻ വേണമെങ്കിൽ ഓഫ് കോഴ്സ് അത് അത്രയ്ക്കും കടുപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല, മാന്യമായിട്ട് പറയാം. അപ്പൊ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നോക്കി നോക്കി ഇവിടെ പറയുന്നത് മാന്യമായിട്ടാണോ? അഹങ്കാരത്തോടു കൂടി കടക്ക് പുറത്തുനിന്നുള്ള രീതിയുടെ ഇത്രയും കൂടിയും വേറെ വേർഷൻ അത് തന്നെയാണ് സംഭവം. സ്ത്രീകളല്ലാത്ത മാധ്യമ പ്രവർത്തകരല്ലാത്ത അവര് ഇറങ്ങാൻ അത് വേണമെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞോടെ. ഇവളുടെ സ്വന്തം വണ്ടിയിലോ സ്വന്തം പ്രൈവറ്റ് പ്ലേസിലെങ്ങാനും കയറുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ ദാഷ്ട്രമായിട്ട് പറയാം. ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുത്. അതിന് വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ വന്ന ആൾക്കാരില് ഇവൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനും മുസ്ലിം ലീഗിന്റെ ഒക്കെ ആൾക്കാരുണ്ടാവും ക്യാമറ പിടിച്ചു വന്നത്. പറഞ്ഞ മനസ്സിലായ ഇവരൊക്കെ ഇത് കേൾക്കേണ്ടി വന്നു. അത് മാന്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ല. ഇപ്പൊ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിലത്തെ കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തിക്കും തിരക്കും കുറയ്ക്കാനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഇടയിൽ പുരുഷന്മാര് ഇങ്ങനെ ഉന്തി തള്ളി നിൽക്കണ്ട വെച്ചിട്ട് അത് കുഴപ്പമുള്ള കാര്യമില്ല. ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലല്ല പ്രശ്നം, ആ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അന്ന് പിണറായി പറഞ്ഞപ്പോ എല്ലാവർക്കും വലിയൊരു സംഭവമായിരുന്നു, ഓർമ്മയുണ്ട? അത് തന്നെയാണിത്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാക്കുക. ഇപ്പൊ ഇവള് ഈ ഒരു അഹങ്കാരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ആര്യ രാജേന്ദ്രൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പണ്ട് ഓർമ്മയുണ്ട് ഒരു ആര്യ രാജേന്ദ്രൻ ഇതുപോലെ അഹങ്കാരം ദാഷ്ട്രമായിട്ട് ഇതുപോലെ ഒരു പ്രായപരിധിയിൽ വരുന്ന വ്യക്തി തന്നെയാണ് തോന്നുന്നതും. അപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഇവള് ആര്യ രാജേന്ദ്രന്റെ ഒരു ലൈനിൽ പോകാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായ മാന്യമായിട്ട് പറയാം. അതായത് ഒരു പബ്ലിക് ബസ്സിലാണ്, അതായത് എല്ലാവർക്കും തുല്യമായിട്ട് കയറാൻ അവകാശമുള്ള ഒരു ബസ്സാണ്. അതില് പിന്നെ വേണമെങ്കിൽ ഒരു ന്യായം പറയും ഉദ്ഘാടന ദിവസമായിരുന്നു. എന്ത് ദിവസമാണെങ്കിൽ തന്നെ ഒരു KSRTC പോലത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ആൾക്കാരോട് അങ്ങോട്ട് ആജ്ഞാപിച്ച് ഇറങ്ങിപ്പോ എന്ന് പറയാൻ ഈ ഫാത്തിമയ്ക്ക് അത്രയ്ക്കും അതോറിറ്റി ഒന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും ഇല്ല അത്രയ്ക്കും വലിയ അതോറിറ്റി. ഇപ്പോൾ ആരെങ്കിലും അതിൽ തെണ്ടുതരം കാണിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ഒരു കൺസിഡറേഷൻ കൊടുക്കാം. അല്ലാണ്ട് അങ്ങോട്ട് ആജ്ഞാപിച്ച് കടക്ക് പുറത്ത് എന്ന് പറയാൻ അത് ആർക്കും അനുവദിക്കാൻ പറ്റില്ല.